ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുന്നുവെന്ന പ്രതിപക്ഷം ആരോപണം ശക്തമാക്കി സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് വീഴ്ചയില്ല എന്നാണ് സജി ചെറിയാന്റെ വാദം. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ആദ്യം നിർദ്ദേശിച്ചത് ജസ്റ്റിസ് ഹേമയെന്നും മന്ത്രി സജി ചെറിയാൻ. ഇന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ശ്രീ വിൻസനം പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. യാതൊരു കാരണവശാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല. അത് ഒരാൾ കൊടുത്ത ഹർജിയിന്മേലാണ്. അങ്ങനെ ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു കമ്മീഷൻ ഇത് പുറത്തുവിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? പുറത്തുവിടണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ തന്നെ കൃത്യമായി എഴുതി കൊടുത്തു, ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ മാന്യത കാണിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. മാന്യത ഞങ്ങൾ കാണിച്ചത്. കാരണം ഇത് എടുത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ടോർച്ചർ ചെയ്യാനോ അല്ല ഉപയോഗിച്ചത്. അത് നിങ്ങൾ മാറ്റി വെച്ച് അത് നിങ്ങൾ കസ്റ്റഡി വെക്കുക. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, സർക്കാരിന് ഈ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നാണ് സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കുന്നത്? വേണു, ഇതിലെ പ്രധാന പ്രശ്നം ഈ സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്ന ഒരു കാര്യം, അത് ഹേമ കമ്മിറ്റി തന്നെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പുറത്തുവിടാൻ കഴിയില്ലായിരുന്നു. അതിനുശേഷം നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കൃത്യസമയത്ത് തന്നെയാണ് പുറത്തുവിട്ടത് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാകട്ടെ, സർക്കാർ പറയുന്നതിൽ കേസെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം അവരുടെ പേരുവിവരങ്ങൾ പുറത്തു പോകുമെന്നതുൾപ്പെടെയുള്ള പലവിധ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പൂർണ്ണമായി പേര് ഇല്ലാത്ത സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. അത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകളുള്ള ഒരു റിപ്പോർട്ടിൽ അതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ട് അതിലൊരു തുടരന്വേഷണമെങ്കിലും പ്രഖ്യാപിച്ചില്ല? അങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടത്തിയത് ആര് എന്നൊരു അന്വേഷണമെങ്കിലും നടത്താൻ സർക്കാരിന് കഴിയുമായിരുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി സർക്കാരിന് മേൽ ഏറുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം, ഇതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നൊരു ന്യായീകരണം നിരത്തിയാൽ അങ്ങനെയെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു അന്വേഷണം നടത്തി കേസെടുക്കേണ്ടതില്ലേ എന്നുള്ള ആവശ്യമാണ്. ഇതിനോടകം തന്നെ വിവിധ സംഘടനകൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ തന്നെയുള്ള ആവശ്യവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ആവശ്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ട്രൈബ്യൂണൽ രൂപീകരണമാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിയായ ഒരു വനിതയെ അധ്യക്ഷയാക്കിക്കൊണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് കഴിഞ്ഞ 4.5 വർഷമായി ഇത് സർക്കാരിന്റെ മേശപ്പുറത്തായിട്ടും ഒരു ചെറുവിരൽ പോലും അതുമായി ബന്ധപ്പെട്ടൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ആ നിലയിൽ ഒന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ആ നിലയിൽ തന്നെയുള്ള വിഷയങ്ങൾക്കായുള്ള സമ്മർദ്ദവും സർക്കാരിന് മുൻപിലേറും. മാത്രമല്ല സിനിമാ നയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനായി തന്നെ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. സിനിമാ നയം രൂപീകരിക്കാനുള്ള പ്രാരംഭ നടപടികൾ സർക്കാർ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി മാത്രം 1 കോടി രൂപയിലധികം രൂപ സർക്കാർ ചെലവഴിച്ചിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന പ്രകാരം സിനിമാ മേഖലയിലെ നിർമ്മാണ പ്രദർശന മേഖലകളിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി, മുഴുവൻ പ്രശ്നങ്ങളും പഠിക്കാനായി 1 കോടി രൂപ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ആവശ്യപ്രകാരം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഈ മാസം 5-ാം തീയതിയാണ് ആ തുക സാംസ്കാരിക വകുപ്പ് തന്നെ അനുവദിച്ചത്. അതായത് ഇനിയും ഒരു പഠനം ഉണ്ടാകുന്നു. അപ്പോൾ ആ പഠനം, ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ നാളുകൾ എടുക്കുന്നു. അതിനുശേഷം നടപടി എന്ന നിലയിലേക്കും, അതിനുശേഷമാണ് സിനിമാ നയം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിമർശനങ്ങൾ സ്വാഭാവികമായും സർക്കാരിന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സിനിമാ നയം രൂപീകരിക്കുമോ അതോ ഈ പറയുന്നത് പോലെ ഒരു പഠനവും കോടികൾ ചിലവഴിച്ചുള്ള വീണ്ടുമുള്ള പഠനവും അതിന്റെ റിപ്പോർട്ടും അതിനായുള്ള കാത്തിരിപ്പും ഒക്കെ നീളുമോ എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ സിനിമാ നയം രൂപീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മന്ത്രി സജി ചെറിയാൻ തന്നെ 1 മാസത്തിനുള്ളിൽ പുതിയ സിനിമാ നയം എന്നൊക്കെ വ്യക്തമാക്കിയതാണ്. ആ വാക്കിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാം.